കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ മലയാളീസിനെ ലീഡർഷിപ്പ് പൊസിഷൻസിൽ അധികം കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അത് ഈയിടെയായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പതുക്കെ ലീഡർഷിപ്പ് പൊസിഷനിലോട്ടൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ വി ആർ സ്പ്രെഡ് അക്രോസ് ദി വേൾഡ്. അങ്ങനെ നോക്കുമ്പം സ്റ്റിൽ ഐ വുഡ് സേ ദാറ്റ് നമ്മളിപ്പോഴും ആ ലീഡർഷിപ്പ് സ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലീഡർഷിപ്പ് ലെവലിലോട്ട് പല കമ്പനീസിലായാലും പല സെക്ടേഴ്സിലായാലും എത്തുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ മലയാളീസ് പൊതുവെ സറൗണ്ടിങ്സ് റീഡ് ചെയ്യാൻ മിടുക്കന്മാരാണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു ആൻ ഇൻ്റർനാഷണൽ സീൻ ഓർ ഇൻ്റർനാഷണൽ സിനാരിയോട്ട് വരുമ്പം നമ്മൾ അത്രയ്ക്ക് അങ്ങ് മിടുക്കന്മാരല്ല. അതിൻ്റെ പ്രധാന കാരണം പൊതുവെ മലയാളികളെ കണ്ടുപിടിച്ച് മലയാളി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഒരു ഇട്ടവട്ടത്ത് തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ നോൺ മലയാളീസ് നോൺ ഇന്ത്യൻസ് ഇരിക്കുന്ന ഒരു റൂമിലോട്ട് കയറി ചെല്ലുമ്പം ഇറ്റ് മൈറ്റ് ബി ടഫ് ഫോർ അസ് ടു റീഡ് ദം. ബിക്കോസ് ഇഫ് യു ഡോണ്ട് റീഡ് യുവർ റൂം വെൽ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ വൈബ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ടഫ് ടു ബിൽഡ് ആൻ അതോറിറ്റി ഇൻ ദാറ്റ് റൂം. അതാണ് ദ നമ്പർ വൺ തിങ്. ട്രൈ ടു റീഡ് യുവർ റൂം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ peers are doing, thinking, what they are saying, understand what they are trying to say between the lines. കാരണം എല്ലായ്പ്പോഴും അവരെല്ലാം ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അവരുടെ സംസാരത്തിനിടയിൽ നിന്ന് പല ഇൻഫർമേഷൻ എടുക്കാൻ പറ്റണം. ലൈക്ക് ആ ഇൻഫർമേഷൻ ചിലപ്പോൾ അവർ പറയത്തില്ല. അത് മനഃപൂർവ്വമായിരിക്കാം, മനഃപൂർവ്വം അല്ലാതെ ആയിരിക്കാം, അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. പക്ഷേ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് in whatever scenario, whether it's in school, college, business, relationships, life, whatever it is, you should have that skill. That's the number one thing. പിന്നെ പൊതുവേ മലയാളികൾക്ക്, ഇപ്പം നമ്മുടെ പല മലയാള സിനിമകളിലായാലും മലയാളം കോണ്ടന്റ് ആയാലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് അറിയാത്തത് നമുക്കൊരു ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പൊതുവെ കാണിക്കുന്നൊരു സംഭവമുണ്ട്. അത് സത്യമാണ്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒരു പരിധി വരെ ബാധിക്കാം. അതെനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഒരു റൂമിൽ പോയി ഇരിക്കുമ്പം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര കണ്ടങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ കോൺഫിഡൻസ് താഴെ പോകും. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളിരിക്കുന്ന ഒരു റൂമിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇംഗ്ലീഷ് നോളജ് വെച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിൽഡ് അതോറിറ്റി ദെയർ. യു വിൽ ഹാവ് കോൺഫിഡൻസ്. നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും, നിങ്ങളുടെ മുകളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ ട്രൈ ടു, റാദർ ദാൻ ലേണിംഗ് ഇംഗ്ലീഷ്, ട്രൈ ടു ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫർമേഷൻ വിത്ത് വാട്ട് എവർ സ്കിൽ സെറ്റ് യു ഹാവ്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. A lot of people don't say that. A lot of people will go behind studying English, learning courses about English, learning grammar, this, that and that. It's fine. I understand why you're doing that. പക്ഷേ if you're trying to build authority, if you're trying to build some leadership skills or things like that, don't do that. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്കിൽസ് മതി. നിങ്ങൾക്ക് ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഗ്രാസ്പ് ചെയ്ത് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ you're good enough. ഇനി വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത്, യു വിൽ ഹാവ് സർട്ടൺ സ്കിൽസ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോടായിരിക്കാം. ആ സ്കിൽസ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ സ്കിൽസ് നിങ്ങൾ യൂസ് ചെയ്യണം. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചില മാർക്കറ്റിംഗ് ഡിസ്കഷൻസിൽ ചിലവരുണ്ടാവും who might not have the best articulation skills or who might not have the best skills to communicate. പക്ഷേ അവർ ആർട്ടിസ്റ്റിക്കലി ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഉണ്ടാക്കുമ്പം they will have the most weirdest and the most thought provoking idea. അതായത് ഇപ്പം എല്ലാവരും മാർക്കറ്റിംഗ് ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചുകൊണ്ട് വരും, എല്ലാവരും അതൊക്കെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിലായിരിക്കും. അപ്പം മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡ്സ് ആൻഡ് ദ മാർക്കറ്റിംഗ് പീപ്പിൾ വിൽ ബി തിങ്കിങ് ഇൻ ദ സെയിം ലൈൻസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം സംബഡി ഹാവ് എ വെരി ഡിഫറെൻറ്റ് ഐഡിയ. ഇപ്പോൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ തന്മയ് ഭട്ട്, പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരുന്നു. പുള്ളി വന്നിപ്പം ഇന്ത്യൻ ആഡ് സീനിൽ വന്നിട്ട് ക്രഷ് ചെയ്യുകയാണ്. ദ മെയിൻ റീസൺ ഇസ് ഹീ ഈസ് യൂസിങ് ഹിസ് കോമിക് സ്കിൽസ് in his ads, in his ad writing. So his ads are becoming very memorable. Pullira kude world class people are coming and collaborating with him, like Mahendra Singh Dhoni, I think Virat Kohli did. So a lot of giants are coming and collaborating with him. My point is, he used this stand-up comedy /comedian/comic angle to the ad scene or the filmmaking scene. Okay, പുള്ളി ഫിലിം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ടു ദ എൻറ്റയർ ദ പ്രൊഡക്ഷൻ സീൻ. അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ ഒരു കമ്പനിയിലോട്ടോ നിങ്ങളുടെ ഒരു ജോലിയിലോട്ടോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതെന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് യൂസ് ചെയ്യണം. ദാറ്റ് വിൽ ബിക്കം യുവർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇനി വേറൊരു സംഭവം, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ
വി ആർ വൺ ഓഫ് ദി മോസ്റ്റ് ഷൈ ക്രീച്ചേഴ്സ്, എസ്പെഷ്യലി നോൺ മലയാളീസിൻ്റെ ഇടയിൽ. അഗെയിൻ എല്ലാവരും ഒന്നും അല്ല, പക്ഷേ ഒരു ഭൂരിഭാഗം ഉണ്ട് ആക്ച്വലി. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നവരെല്ലാം നോൺ ഷൈ ആൾക്കാരാണെന്ന്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒത്തിരി മലയാളീസ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു മേജർ ചങ്ക്. ഐ ഫീൽ ദാറ്റ് അറ്റ്ലീസ്റ്റ് ദ പീപ്പിൾ വിച്ച് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിച്ച് ഐ ഹാവ് സ്പോക്കൺ, അവർ ഭയങ്കര ഷൈയാണ്. അവരുടെ പോയിന്റ് പറയാനും ജഡ്ജ് ചെയ്യപ്പെടുമെന്ന് പേടിച്ചൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങളും പോയിന്റ്സും ഒന്നും അവർ പലയിടത്തും പറയാറില്ല. പലയിടത്തും എന്ന് വെച്ചാൽ എല്ലായിടത്തും പോയി പറയണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പറയേണ്ട സ്ഥലത്ത് പോയി പറയാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി വർക്ക് പ്ലേസസ്. ജനറലി പൈസ കൂട്ടി ചോദിക്കാൻ വലിയ മടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്നാലും അതല്ലാതെ അവരുടെ സ്കിൽസ് കൂട്ടാനാണെങ്കിലും ചില അഭിപ്രായം പറയാനാണെങ്കിലും വിച്ച് ഇസ് ഗുഡ് ഫോർ ദെം, ദ കമ്പനി ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതൊന്നും ഞാൻ പൊതുവെ അങ്ങനെ പറയുന്ന കണ്ടിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, ആ ഷൈനസ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാമെന്നുണ്ടെങ്കിൽ യു വിൽ സീ എ ഡിഫറെൻറ്റ് വേൾഡ് അറൗണ്ട് യു. ഇനി നിങ്ങളിപ്പം 30+ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇപ്പം ഞാൻ 30+ ആണ്, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഹോൺ ചെയ്തൊരു സ്കില്ലുണ്ട്, അല്ലെങ്കിൽ അക്വയർ ചെയ്തൊരു സ്കില്ലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും, പക്ഷെ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് ഫുൾ സംഭവം നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ദാറ്റ്സ് എ കില്ലർ സ്കിൽ ടു ഹാവ്. കില്ലർ സ്കിൽ ടു ഹാവ്. ഞാനത് പഠിച്ച എവിടെ നിന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കഥ എഴുതുമായിരുന്നു. സിനിമ കഥ എഴുതിയിട്ട് സിനിമാക്കാരുടെ ഇടയിലൊക്കെ കഥ പറയാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പഠിച്ചൊരു ഈ സ്കില്ലാണ് ഈ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ പോകുന്നത്, ഇപ്പം ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു, ഈ വീഡിയോ എത്ര മിനിറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ്, റൈറ്റ്? ഇപ്പം അല്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്യാം, 15 മിനിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അരമണിക്കൂർ ചെയ്യാം. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം റീലാണെങ്കിൽ നിങ്ങൾ എൻ്റെ റീൽസ് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ട്രൈ ടു ഗ്രിപ്പ് ഇറ്റ് അണ്ടർ ഓർ ട്രൈ ടു മേക്ക് ഇറ്റ് അണ്ടർ 60 seconds. കാരണം 60 സെക്കൻഡിൽ കൂടുതൽ ഇൻസ്റ്റഗ്രാം റീലൊക്കെ ഇടാനൊക്കെ പറ്റും, പക്ഷേ പീപ്പിൾ ആർ നോട്ട് ഗോണ വാച്ച് ഇറ്റ്. ബിക്കോസ് ആവറേജ് ആൾക്കാർ 45 to 50 സെക്കൻഡൊക്കെ ആൾക്കാർ റീല് കാണാൻ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഒരു യൂട്യൂബ് ചാനലിലോട്ട് വരുന്ന ഒരാൾ, യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാൾ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ്സ്, ഓക്കെ ഇതൊരു ലോങ് ഫോം പ്ലാറ്റ്ഫോമാണ്, you will have to give your good time or chunk of time to the videos in here എന്ന് മനസ്സിലാക്കിയായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ ചില പിച്ചിന് പോകുമ്പോഴായാലും ചില ഐഡിയാസ് ചിലവരെടുത്ത് പറയുമ്പോഴായാലും ഐ ട്രൈ ടു പ്രിപ്പയർ മൈസെൽഫ്. അതായത് ഞാൻ പോയി ഇരുന്ന് പോയിന്റ് എഴുതും. അതായത് ഒരു ഐഡിയ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു 5 പോയിന്റ് എഴുതും. ഈ 5 പോയിൻ്റാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓരോ പോയിന്റിന് ഞാൻ ലെറ്റ്സ് സേ 1 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ 2 മിനിറ്റ് എടുക്കും. കൺക്ലൂഡ് അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ സബ്ജക്റ്റും മൊത്തത്തിൽ പറയും, അതിനെ കൺക്ലൂഡ് ചെയ്യും. എനിക്ക് ആ മീറ്റിങ്ങിൽ നിന്ന് എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഷാർപ്പായിട്ട് കൃത്യമായിട്ട് പൊളൈറ്റായിട്ട് ഞാൻ പറയാൻ പഠിക്കും. ഇത് 30+ കഴിഞ്ഞാൽ ഈവൻ ഏത് വയസ്സാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്നൊരു സ്കില്ലാണ്. കാരണം ഇറ്റ് വിൽ ബ്രിങ് സോ മച്ച് ഓഫ് ക്ലാരിറ്റി ടു യു. പുറത്തുള്ളവരുടെ കാര്യമൊക്കെ വിടുക. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരും. എന്തിനാണ് ഞാൻ ഈ പരിപാടിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു പെർട്ടിക്കുലർ ഇവൻ്റ് ആണെങ്കിലോ പിച്ചാണെങ്കിലോ മീറ്റിംഗ് ആണെങ്കിലോ ഒരു ഡിസ്കഷൻ ആണെങ്കിലോ എന്താണ് അതിൽ നിന്ന് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന്, അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. വെദർ യു ആർ ബിസിനസ് ഗായ്, പ്രൊഫഷണൽ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി.